മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ. ഹേയ്, സ്മിയാഷിൻ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ അൺഎക്സ്പെക്റ്റഡ് വന്നൊരു വ്ളോഗാണിത്. നമ്മൾ പൈതൽമല കയറാൻ വന്നേക്കുവാണ്. ഞാനുണ്ട്, എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ടൈമിലാണ് നമ്മളെത്തിയ. 3 മണിക്ക് ക്ലോസ് ചെയ്യും. എത്തിയ കറക്റ്റ് 3 മണിക്കാണ്. അപ്പോൾ അത് ടിക്കറ്റ് എടുത്തു, മുമ്പിലേക്ക് നടന്നിട്ടുണ്ട്. ഞാനപ്പോൾ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ബാക്കിലേക്ക് നിന്നെയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് പോകുന്ന നോക്കി കാണാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല മിസ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഒരു 6 വർഷം മുന്നേ വന്നതാണ് ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പിന് വന്നപ്പോൾ. അതിന് ശേഷം 2018 സെപ്റ്റംബറിൽ ഞാൻ വന്നത്. അപ്പോൾ അതിന് ശേഷം 6 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ഞാൻ പൊതു നോക്കി കാണാം നമുക്ക്. ഇതാണ് നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ്. ഹേയ്, ഹൈ പറയൂ. തമിഴ്നാട്ടെ ഇവിടെ അടുത്ത് തന്നെയാണ് വേണ്ടിയ സ്ഥലം. കുറേ പ്രാവശ്യം എങ്ങനെ എക്സ്പീരിയൻസ് എന്ന് അറിയോ? കുഴലൂതണനാദം കേട്ടേ, നാടാകെ നടനം കണ്ടേ, ആടിക്കാറിളകി വരുന്നേ, അരയാലില ആടിയുറഞ്ഞേ, കുഴലൂതണനാദം കേട്ടേ. കുറെ നാളെ നടന്നിട്ട് അപ്പൊ അതിന്റെ ഒരു കിടപ്പുണ്ട്. അവര് മുമ്പിലേക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പയ്യെ വിഷ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് നീങ്ങുന്നതാണ്. ഇന്ന് സൺഡേ ആയിട്ട് നല്ല റഷാണ്. ഓൾമോസ്റ്റ് ക്ലൈമറ്റും അടിപൊളിയായിട്ട് മേലെത്തിയിട്ട് നമുക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മേലെ എന്താണ് അവസ്ഥ നോട്ടത്തിൽ. കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. ഞാനാരെന്നറിവുഞ്ഞൊറിഞ്ഞേ, കാലത്തിര ഇളകി മറിച്ചേ, നേരേതോ വഴികളനഞ്ഞേ, പാരാകെ തേടി നടന്നേ. ഞാനാരെന്നറിവുഞ്ഞൊറിഞ്ഞേ, കാലത്തിര ഇളകി മറിച്ചേ, നേരേതോ വഴികളനഞ്ഞേ, പാരാകെ തേടി നടന്നേ. വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പന്മാർ നമ്മളിലുണ്ടേ. ഇഷ്ടം പോലെ സ്റ്റെപ്സ് കയറാണ്ട്, അത്യാവശ്യം നല്ല സ്ലിപ്പറി ഒക്കെ കിടക്കുന്നുണ്ട്. മഴയൊക്കെ പെയ്തിട്ട് മൺസൂൺ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് ഗൈസ്. I'm so tired guys. കുറെ നാളെ നടക്കാത്തതിന്റെ പ്രശ്നമാണ്. ഇനി ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കഷ്ടപ്പാടാണ് നടക്കുമ്പോ. രണ്ടുപേരും മടുത്ത് ചത്തിരിക്കുകയാണ് ഗൈസ്. ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ആണ് പൈതൽമല ട്രെക്കിംഗ് വരുന്നത്. ശേഷം കയറ്റം, കുറച്ചിറക്കം, വീണ്ടും കയറ്റം, വീണ്ടും ഇറക്കം, പിന്നെ കുറച്ച് സ്റ്റേജസ് പോലെ. ഓൾമോസ്റ്റ് പക്ഷെ മൊത്തം കൂളാണ്. കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞു. ഫൈനലി എത്താനായിന്ന് തോന്നുന്നു. ബിക്കോസ്
ഇവിടെയാണ് ഞാൻ പണ്ട് വന്നപ്പോൾ ഓപ്പണിങ്. യെസ്, ഇതാണ് സംഭവം. നമ്മുടെ താജ്മഹലിൻ്റെ സെയിം ഒരു എഫക്റ്റ് ആട്ടോ. ഈ കാണുന്ന വൈറ്റ് കയറി കഴിഞ്ഞാൽ കാണുന്നത് വേറെ ലോക കാണിച്ചേ. I'm so excited to see the view. അപ്പോൾ നമ്മുടെ കാട്ടിലെ ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് വാച്ച് ടവറിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അത് വേറൊരു വൈബ്, ഇത് വേറെ മൂഡ്. രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആണ് ഗൈസ്. മസ്റ്റ് ട്രൈ ഇറ്റ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് വാച്ച് ടവറിലേക്ക്. കാരണം നമുക്ക് ഇവിടുത്തെ 6 മണി വരെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകണം. കാരണം ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട്. സോ മാക്സിമം കവർ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല മോനെ. തിരിച്ചങ്ങോട്ട് എത്തണല്ലോന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. തിരിച്ചങ്ങോട്ട് എത്തണല്ലോന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. കണ്ടിട്ട് പറയാന്നല്ലേ. നമുക്ക് ഓരോന്നോരോന്നും കണ്ടുപിടിക്കപ്പെടൂലോ അല്ലേ? നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവൻ ആരാന്നല്ലേ? ആരാ അതെ, ബ്ലോഗർ വിട്ടാൻ നടക്കുന്നു. ചാടിച്ചാടി നടക്കോട്ടെ. അന്ന് ടിക്കറ്റ് 20 തന്നെയാ. അന്ന് ടിക്കറ്റിന് 20 രൂപ ഫ്രീ ആയിട്ട് ഒരു എൻട്രി കിട്ടിയാണ്. NIFT ഫോട്ടോഗ്രാഫിന്റെ ക്യാമറ വന്നപ്പോ അവര് കൂടെ. അതെ, നമ്മുടെ ക്യാമറ കൂട്ടൻ, ബ്ലോഗർ കൂട്ടൻ ഒരു 6 കൊല്ലത്തിന് ശേഷം ഇപ്പൊ കാണുമ്പോൾ ഒരു മാറ്റമില്ല, പഴയ പോലെ തന്നെ ഒരു മാറ്റം പോലെ തന്നെ ഉണ്ട്. അന്ന് ഞാൻ വരുമ്പോ ഈ ചെറിയ ചെടിയില്ലേ, ആ ചെടി ചെറുതായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടല്ലേ. അന്ന് ഇത്രയും കല്ലുകളില്ലായിരുന്നു. അതെ, കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ, കാലത്തിരയിളകി മറിച്ചേ, നേരേതോ വഴികളനഞ്ഞേ, പാരാകെ തേടി നടന്നേ. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ, കാലത്തിരയിളകി മറിച്ചേ, നേരേതോ വഴികളനഞ്ഞേ, പാരാകെ തേടി നടന്നേ. വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പന്മാർ നമ്മളിലുണ്ടേ, വമ്പത്തരമേറെ കണ്ടേ, അവരെ കണ്ടൂറ്റം കൊള്ളാം, ഞാനെന്ന ഭാവം മാറ്റാം. മുടിയാട്ടും കടലും കണ്ടേ, കരിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന. അപ്പൊ നമ്മള് വാച്ച് ടവറിൽ ഇറങ്ങിയിട്ട് താഴെ വേറെ വ്യൂ പോയിന്റും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണാൻ വേണ്ടി പോകണ. സെക്യൂരിറ്റി ചെറിയ കാല് പിടിച്ചിട്ടിട്ട് താഴേക്ക് വിട്ടേ. ബിക്കോസ് 5 മണിയാകുമ്പോൾ തിരിച്ച് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തണം. ബിക്കോസ് ആന ഇറങ്ങുന്നുണ്ട് 5 മണിയാകുമ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിന് മുന്നേ താഴെ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വാച്ച്ടവറിൻ്റെ താഴേക്ക് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻ്റ്, അടിപൊളി വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല. വാച്ച്ടവറിൻ്റെ ഓപ്പോസിറ്റ് മലേൻ്റെ വ്യൂവിൻ്റെ അത്രയൊന്നുമില്ല. ബട്ട് ഫുൾ കോടം കൂടി കിടക്കുമായിരിക്കും. ഇതാണ് വ്യൂ പോയിന്റിലേക്കൊന്ന് വഴി. താഴേക്ക് അവിടെ താഴെ വ്യൂ പോയിന്റ് വരില്ല. നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് താഴേക്ക്. ഇവിടെയാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഹെവി ടാസ്ക് റൈഡാണ് ഗൈസ്.
ഹൗസ് എക്സ്പീരിയൻസ് മാൻ? ഒന്നും പറയണ്ട മോനെ, താഴെ എത്താൻ വല്ല വഴി ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. അവലോട്ടേക്കോ? എനിക്ക് പൊളി, ഒന്നും പറയാനില്ല. അതെ അതെ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ക്ലൈമറ്റും സംഭവം സെറ്റപ്പ് ഒക്കെ നൈസ് അടിപൊളിയായിരുന്നു. അടിപൊളി. അപ്പോൾ നമ്മുടെ പൈതൽമല ട്രക്കിങ് നമ്മൾ വ്യൂ പോയിന്റും കഴിഞ്ഞു, വാച്ച് ടവറും കണ്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഇതിനും ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു, നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു, ഫോഗി ആയിരുന്നു. ബേസിൽ ലാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ടൈമിൻ്റെ കൂടെ ഇവിടെ കയറാൻ പറ്റി. സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. നെക്സ്റ്റ് സ്പോട്ടും വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.